സീറ്റുകളിലിട്ട ഈ ദുബൈയിലുണ്ടല്ലോ, ഈ കാറില്ലാണ്ട് ജീവിക്കാന്നെല്ലാം പറയുന്നുണ്ടല്ലോ, ഒരു സാഹസം തന്നെ അല്ലേ? സത്യം പറഞ്ഞാണ്ടല്ല, ദുബായിൽ താമസിക്കാൻ ഒരു കാറിൻ്റെ ആവശ്യമേ ഇല്ല. ഒരു കാറുണ്ടായ അധിക ചിലവാണ്. പെട്രോള്, പാസിന്, ഇൻഷുറൻസ്, പാർക്കിങ്, ഫൈന്, പെട്രോൾ അടിക്കണം. ഓ, ബസ് എന്താ വരാത്തേ? കാറില്ലായിരുന്നെങ്കിൽ ബസ്സിൽ വലിഞ്ഞ് കാണണം. ബസ് കാർഡ് ആഴ്ചക്കാഴ്ചക്ക് റീചാർജ് ചെയ്യണം. ഒരു ടാക്സി പിടിച്ചാൽ എന്നാ ചിലവ്? 13 ദിർഹമാണ് മിനിമം ചാർജ്. ചാർജ് ചെയ്ത് ദുബായിലേക്ക് പോകാൻ വേണ്ടി 20 ദിർഹംസ് എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ഈ റോഡ് ക്രോസിങ്, പെഡസ്ട്രിയൻ ക്രോസിലൂടെ അല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഫൈന് 320 ദിർഹം. ഒരു പെഡസ്ട്രിയൻ ക്രോസ് കിട്ടാൻ വേണ്ടി എത്ര നടക്കണം? ഓ, കാറില്ലായിരുന്നു തട്ടിപ്പോയാ. കാറ് വാങ്ങാത്ത ഒരൊറ്റ കാരണം കൊണ്ട് പണക്കാരനായ ഒരു മാമനുണ്ട്. നടന്ന് നടന്ന് മുട്ട കഴിഞ്ഞ മാമനല്ലേ? നടക്ക്. പൈസ പോകുന്നു വിചാരിച്ചിട്ട് കാറ് വാങ്ങാണ്ട് നടന്ന് അവസാനം മുട്ടിന് തേയ്മാനം വന്ന് ഈ മുട്ട് മാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തി എൻ്റെ ഒരു ബന്ധുവിനെ എനിക്കറിയാം, വത്സമാമൻ. അല്ലപ്പാ, ഈ തീരെ നടക്കാണ്ട് എപ്പോഴും കാറിൽ തന്നെ പോയിട്ട് ഈ ബോഡി വെയിറ്റ് കൂടിയിട്ട് മുട്ടുവേനാന്ന് വൈരം കൊടുക്കുന്ന ആ ബന്ധു ബാലാപ്പ നിങ്ങൾ കുടുംബക്കാരനല്ലേ അല്ലേ? മൂപ്പരോട് ഡെയിലി 5 കിലോമീറ്റർ നടക്കാനാ ഡോക്ടർ പറഞ്ഞിനി. ബാ, like, ride with me if you ride with me, you can slide with me if you feel like 550 on the 5 sticky, come get high with me, that's a deal, right? Ride with me if you ride with me, you can slide with me if you feel like 550 on the 5 sticky, come get high with me, that's a deal, right? That's a deal, right? ലെഫ്റ്റ്. ലെഫ്റ്റാ? ഇതൊരു വൈപ്പർ ഇട്ടിനി. അറിയാണ്ട് വൈപ്പർ ഓഫ് ആക്ക്. അതാ വൈപ്പറിന്റെ സ്പീഡ് കൂടുന്ന. ഓഫാക്ക അല്ല നോക്കുന്നു. ഓഫാക്ക. ഹലോ ചൈതേശേട്ടാ. ദിനേശ് ചേട്ടനില്ലേ, ഇൻഡിക്കേറ്റർ ഇട്ടപ്പോലെ വൈപ്പറും കൂടി ഓണായി. വെയിലത്ത് വൈപ്പർ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫൈൻ ഉണ്ടാവുക? പക്ഷെ ഇപ്പൊ വൈപ്പർ ഓഫ് ആകുന്നില്ല. വെയിലത്ത് വൈപ്പർ ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടാവുക? ഇൻഡിക്കേറ്റർ ഓണാണ്, പക്ഷെ വൈപ്പർ ഓഫ് ആക്കാൻ പറ്റുന്നില്ല. ഫൈൻ ഉണ്ടെങ്കിൽ എത്ര രൂപ ആയിരിക്കും? ചൈതേശേട്ടാ, ദിനേശ് ചേട്ടൻ ചോദിക്കുന്ന ഈ വെയിലത്ത് വൈപ്പർ ഇട്ട ഫൈൻ ഉണ്ടാവോന്ന്. ഫൈൻ ഉണ്ടെങ്കിൽ ഇപ്പൊ എത്ര പൈസ ആവുമെന്ന് ചോദിക്കുന്നത്. സൈഡിൽ ലിവർ ഉണ്ടാ? കാറിന്റെ പുറത്തല്ല, സ്റ്റിയറിംഗില്. എനിക്കറിയാം, ഞാനത് പെട്ടെന്ന് ചേട്ടാ ദിനേശേട്ടൻ നോക്കുന്നുണ്ട്. ദിനേശേട്ടാ ഓഫായി. ഇവിടെ വെറുതെ ടെൻഷൻ ആയതാ. റോഡിലൂടെയുള്ള ഓരോരുത്തരുടെ നടത്തം കണ്ടാ തോന്നും ഓന്റെ അച്ഛന്റെ വകയായി റോഡ്. ബ്ലഡി ബെഗർ. ശരിയാ, ചില ആൾക്കാരെ നടത്തം കണ്ട അവരുടെ അച്ഛന്റെ വകയാന്ന് തോന്നും. നടക്കണായിരുന്നു ആണെങ്കിൽ തൂങ്ങി അവന്റെ അച്ഛന്റെ റോഡിലൂടെ നടക്കുന്നതായി. പെഡസ്ട്രിയൻസിനെ കൊണ്ട് തോറ്റ്. ചേട്ടാ അവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അത് ശരിയാവില്ല. അത് പാരലൽ പാർക്കിംഗ് ആണ്. എനിക്ക് പാരലൽ പാർക്കിംഗ് ഇതുവരെ ഓക്കെ ആയിട്ടില്ല. ഞാൻ ടെസ്റ്റ് തന്നെ 7 തവണ തോറ്റിന്. ചെയ്യണം. നീ ഒരു ആംഗിൾ പാർക്കിംഗ് കണ്ടുപിടിക്കും. അത് പാരലൽ പാർക്കിംഗ് അല്ല, ആംഗിൾ പാർക്കിംഗ് കണ്ടുപിടിക്കുന്നില്ല. ഞാൻ ഇത് നീ പറയുന്ന പോലെയല്ല. നീ സൈഡ് സീറ്റിൽ ഇരിക്കുന്ന പോലെയല്ല ഡ്രൈവിംഗ് സീറ്റിൽ. പറയുന്നത് മനസ്സിലാക്ക്. ആംഗിൾ പാർക്കിംഗ് നോക്കിയത് ഇങ്ങനെ കയറാൻ പറ്റും. ഇങ്ങനെ കയറണം. നോക്ക്. ഇത് ഞെക്കുവാന്നോ വേണ്ട അല്ലെങ്കിൽ തിരിക്കുവാന്നോ? ഞെക്കിട്ട് തിരിക്ക്. അത് AC-ന്റെ ഇതാന്ന്. പിന്നെ മറ്റേ ഇത് നോക്ക്. ആടെ നോക്കിട്ട് ചെയ്യ്. എന്റെ സുള്ളി ഞാനിത് ഓടിക്കുന്നല്ലേ, എന്റെ കോൺസെൻട്രേഷൻ തെറ്റുന്നു. ഇതൊന്നും നീ കളിക്കുന്നത്.
എക്സിറ്റാണ് ഇപ്പൊ മിസ്സായത്. അപ്പൊ ഇനി അടുത്ത എക്സിറ്റ് അപ്പൊ ആ അല്ല നിങ്ങളാരാ കൊളപ്പുള്ളി അപ്പനോ ഒറ്റക്കണ്ണിട്ട് നോക്കാൻ വേണ്ടിട്ട്? हेलो मुस्तान सर जी. हेलो बोले. हाँ दिनेशन हूँ. हाँ बोले बोले दिनेश भाई. लाइसेंस मिला है. हाँ जी मुबारक हो मुबारक. अल्लाह 5 दिन हो गया है. मुस्तान सर जी. हाँ हाँ जी. अभी एक प्रॉब्लम है. वो अपना रिवर्स पार्किंग गैरेज पार्किंग में हाँ जी. आपने बोला था वो मैं अपना ये बॉक्स है ना, बॉक्स का कॉर्नर वो आप एक आंख से देखेगा वो पीछे वो जो कॉर्नर है ना, वो जो बॉक्स के वो कॉर्नर से फुल टर्न करेगा वो अंदर जाएगा, करेक्टली अंदर जाएगा बोला था ना आपने. हाँ सही है. वो अभी ये प्रॉब्लम क्या है वो अच्छा, अपना प्रॉब्लम क्या है? वो मैं एक प्लेस में आया है. वो प्लेस में ये वो कॉर्नर है वो नहीं देखता है. क्या करेगा अभी? कैसा बात करता है, देखो दिमाग नहीं अकल नहीं मलबारी. फोन रख माता. ഡ്രൈവിംഗ് സ്കൂളിൽ മാഷ മദറിനോട് ചോദിക്കാനല്ലേ പറയുന്നത്? അവർക്കിങ്ങനെ അമ്മേനെ അറിയാം. നമുക്ക് ഇവിടുന്ന് പോയാലോ?